എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ചില വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ഉണ്ടാകുമോ, അതായത് ഈ സെപ്റ്റംബറിലെ പെൻഷൻ ഉടൻ ലഭിക്കുമോ എന്ന് പല ആളുകളായിട്ട് ഇപ്പോൾ വാട്സപ്പിലൂടെ അതുപോലെ തന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടും അതുപോലെ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇനി എന്ന് പെൻഷൻ ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓണ പെൻഷൻ വിതരണം കഴിഞ്ഞത് ഈ മാസം 2-ാം തീയതിയാണ്. അതിനുശേഷം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ എന്ന് വിതരണം ഉണ്ടാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അതായത് ഓഗസ്റ്റ് 23-ാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പുണ്ടാകും. അതിൽ കടം വാങ്ങും, പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക എടുക്കും. ആ ഒരു സമയത്ത് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും. അതായത് ഓഗസ്റ്റ് 23-ന് അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യത 25-ാം തീയതി വ്യാഴാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കാനാണ്. 25-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് താമസിക്കുന്നത് പോലെ താമസിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പെൻഷൻ വിതരണം ആ ഒരു സമയത്താണ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ഇത് 1600 അവസാനമായിട്ട് ലഭിക്കുന്ന 1600 പെൻഷൻ ആയിരിക്കും. അടുത്തൊരു പെൻഷൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അതുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ 1700-ലേക്ക് എത്തും. അങ്ങനെ ഒരു നടപടിയിലേക്ക് ധനവകുപ്പ് കടന്നുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു. അതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് ധനവകുപ്പ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി ജനപിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അയ്യപ്പ സംഗമം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം, വിവിധ വകുപ്പുകളുടെ സംഗമങ്ങളെല്ലാം നടത്താൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനുള്ള ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് 100 രൂപ കൂട്ടി 1700-ലേക്ക് എത്തിക്കാനാണ് ശുപാർശ. ഒക്ടോബർ മാസത്തെ വർധനവിന് ശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷന് മുമ്പ് വർദ്ധിപ്പിക്കും. അങ്ങനെയെങ്കിൽ അത് ബജറ്റിലായിരിക്കും. ഫെബ്രുവരിയിൽ അതായത് ഇടക്കാല ബജറ്റ് ഉണ്ടാകും, ഇലക്ഷന് മുമ്പുള്ള ബജറ്റ് ഉണ്ടാകും. അതിൽ ഒരു 100 രൂപയുടെ കൂടി വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് മാതൃഭൂമി ഓൺലൈൻ ന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താണ്, പത്രങ്ങളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. അപ്പോൾ ആ ഒരു കാര്യം ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതാണ് ഈ ഒരു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും 1600 സെപ്റ്റംബർ മാസത്തേത് 25-ാം തീയതിക്ക് ശേഷം 25-ാം തീയതി മുതൽ പ്രതീക്ഷിച്ചാൽ മതി. കയ്യിലും വിതരണം ഒരു ഒക്ടോബർ 5-ന് മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. ഇനി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഈ സഭാ സമ്മേളനം നേരത്തെ അവസാനിപ്പിക്കും, കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അതിനു മുമ്പ് സഭാ സമ്മേളനം അവസാനിപ്പിക്കും. ആ ഒരു തരത്തിലായിരിക്കും സഭാ സമ്മേളനം നടക്കുക. എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ് പങ്കുവെക്കാനുള്ളത്. മസ്റ്ററിംഗ് 10-ാം തീയതി തീർന്നു. അതുവരെ ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ ഒരു മാസത്തേത് മുടങ്ങും, അത് ഉറപ്പാണ്. വീണ്ടും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അടുത്ത സമയങ്ങളിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ വീണ്ടും മാസങ്ങളിൽ പെൻഷൻ മുടങ്ങും. 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി എല്ലാ മാസവും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.